തമിഴകത്ത് പുതുചരിത്രം എഴുതി തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ നടി തൃഷയും എത്തിയിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ നടി തൃഷാകൃഷ്ണനും പങ്കെടുത്തു. നീല സിൽക്ക് സാരി ധരിച്ചാണ് നടി തൃഷാകൃഷ്ണൻ പങ്കെടുത്തത്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നാണ് നടി തൃഷ ചടങ്ങിന് മുന്നോടിയായി മാധ്യമങ്ങളോട് പറഞ്ഞത്. അമ്മ ഉമാകൃഷ്ണനും തൃഷയ്ക്കൊപ്പമുണ്ടായിരുന്നു. വിജയുടെ കുടുംബത്തെ തൃഷ കെട്ടിപ്പിടിക്കുന്നതിന്റെയും പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുന്നതിന്റെയും വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. മെയ് 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം തൃഷ തിരുപ്പതി ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. ആദ്യ ട്രെൻഡുകൾ പ്രകാരം വിജയുടെ പാർട്ടി ശക്തമായി തുടക്കം കുറിച്ച സമയത്തായിരുന്നു അത്. മെയ് 4 തൃഷയുടെ ജന്മദിനം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തൃഷയും വിജയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏപ്രിൽ 23 വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വിജയ് നായകനായ ഗില്ലി സിനിമയിലെ അർജുനർ വില്ല എന്ന പാട്ടിനൊപ്പമാണ് തൃഷ തന്റെ ചിത്രം പങ്കുവച്ചത്. ഇത് വിജയ്ക്കുള്ള പിന്തുണയാണെന്ന് അന്ന് തന്നെ ആരാധകർ കണ്ടെത്തിയിരുന്നു. 2004 പുറത്തിറങ്ങിയ ഗില്ലി എന്ന ചിത്രത്തിലൂടെയാണ് വിജയും തൃഷയും ആദ്യമായി ഒന്നിച്ചത്. 14 വർഷത്തിന് ശേഷം ലിയോ എന്ന ചിത്രത്തിൽ ഇരുവരും ഒന്നിച്ചതോടെ അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമായി. വിജയുടെ കുടുംബ ബന്ധം തകർന്നതായുള്ള റിപ്പോർട്ടുകൾ ഈ അടുത്തു വന്നപ്പോഴും തൃഷയുടെ പേര് വീണ്ടും ചർച്ചയായിരുന്നു. അതേസമയം രാഷ്ട്രീയത്തിൽ വിജയ് പേരമ്പൂർ സീറ്റ് നിലനിർത്തുമെന്നാണ് അഭ്യൂഹം. അങ്ങനെയെങ്കിൽ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് സീറ്റിൽ നിന്ന് രാജിവെക്കും. അതോടെ അവിടെ പകരം തൃഷാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.